സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാന്റെ സുവിശേഷം 3:30 അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പ്രിയമുള്ളവർ, ഒരു ആത്മീയ മനുഷ്യൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. അതായത് മറ്റുള്ളവരെ വളർത്തുകയും അവരെ സഹായിക്കുകയും വളർന്നു കാണുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നവരാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ നേരെ വിപരീതം നമുക്ക് കാണാൻ സാധിക്കും. വേറൊരാൾ വളരുമ്പോൾ അതിന് എങ്ങനെയെങ്കിലും ഇടിച്ചു താത്താനോ ഇല്ല കുറ്റം പറയാനോ അവരെ താഴ്ത്തി കിട്ടാനോ ശ്രമിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ ഇതാണ് കൂടുതലും കാണാൻ സാധിക്കുക. വീടുകളിലാണെങ്കിലും സമൂഹത്തിലാണേലും പള്ളികളിലാണേലും ധ്യാനകേന്ദ്രങ്ങളിൽ പോലും മറ്റ് ധ്യാനകേന്ദ്രങ്ങൾ വളരുന്നത് വേറൊരു ധ്യാനകേന്ദ്രത്തിൽ കാണാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ വചനം പ്രസക്തമാകുന്നത്. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ മനുഷ്യന് മാത്രം, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക്, കൃപയുള്ള വ്യക്തിക്ക് മാത്രമേ അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. അഹങ്കാരം എപ്പോഴും ഞാൻ വളരണം അവൻ താഴണമെന്നുള്ള അജണ്ടയാണ്. എന്നാൽ ഈ അഹങ്കാരത്തെ അതിജീവിക്കാനുള്ള വഴിയാണ് മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്യുക. മറ്റുള്ളവർ നല്ല ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരെ അനേകർ പ്രശംസിക്കുമ്പോൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ കാണുമ്പോൾ അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമ്മളിലുള്ള അഹങ്കാരം കുറയുകയും മറ്റുള്ളവരെ ഉയർത്തുവാനും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ക്രിസ്മസ് മറ്റുള്ളവരെ ഉയർത്തുന്ന ഒരു ക്രിസ്മസായി മാറുവാൻ, ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഈശോ എന്നിൽ വളരുവാനും മറ്റുള്ളവരെ ഉയർത്തുകയും ചെയ്യുന്ന ഒരു കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.